ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ആത്മവിചിന്തനത്തിനുള്ള ചോദ്യം ഇതാണ്: നിന്നിൽ നിന്ന് ഏത് തിന്മയാണ് പുറത്താക്കപ്പെടേണ്ടത്? എന്താണ് ചോദ്യം? ഏത് തിന്മയാണ് പുറത്താക്കപ്പെടേണ്ടത്? നമ്മുടെ ഉള്ളിൽ വല്ല തിന്മ ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടോ? വല്ലതുണ്ടോ? ഹല്ലേലൂയ. ഒരു പക്ഷേ അത് നമ്മുടെ രോഗമായിട്ടായിരിക്കാം. രോഗമെന്ന് പറയുന്നത് ഒരു നന്മയല്ലല്ലോ, തിന്മയല്ല. ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം. കുടുംബത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. ഒരു കലഹം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഒരു പരാജയം, ഒരു ജോലിയില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഭൗതിക മേഖലകളിലുള്ള തിന്മകളുണ്ട്. ആത്മീയ മേഖലകളിലുള്ള തിന്മകളുണ്ട്. ആന്തരികമായ ചില തിന്മകൾ, ഉള്ളിലുള്ളൊരു നിരാശ. നിരാശ നന്മയാണോ തിന്മയാണോ? തിന്മയാണ്. അല്ലെങ്കിൽ ഒരു ആകുലത. ആകുലത നന്മയാണോ തിന്മയാണോ? പറയുന്നില്ലല്ലോ. തിന്മയാണ്. ആകുലത തിന്മയാണ്. ദുഃഖം തിന്മയാണ്. അതുപോലെ തന്നെ അഹങ്കാരവും അസൂയയും വഞ്ചനയും ഒക്കെ എന്താണ്? തിന്മകൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് ഇനി എനിക്ക് നല്ലൊരു നാളെയില്ല, ഇതിനെയാണ് നിരാശ എന്ന് പറയുന്നത്. ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു, സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ്? തിന്മയാണ്. ഈ തിന്മകൾ എന്ത് ചെയ്യപ്പെടണം? പുറത്താക്കപ്പെടണം. മനുഷ്യൻ ഇപ്രകാരമുള്ള പല തിന്മകളുടെയും ചങ്ങലകളാൽ ബന്ധിതനാണ്. അതുകൊണ്ട് അവന് സ്വതന്ത്രമായി വളരെ സന്തോഷത്തോടുകൂടെ ഒരു പറുദീസയിൽ എന്നതുപോലെ അവന് ജീവിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. പറുദീസയിൽ ജീവിക്കേണ്ട മനുഷ്യൻ ദുഃഖത്തിലും നിരാശയിലും അസ്വസ്ഥതകളിലും ഒക്കെ ആയിട്ട് അവന്റെ അവസ്ഥ പറുദീസയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ അവസ്ഥയാണ്. ഏതാണ് ആ സ്ഥലം? ആ സ്ഥലത്തിന്റെ പേര് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് കുഴിമാടം എന്നാണ്. അല്ലെ? പറുദീസയിൽ സ്വാതന്ത്ര്യമാണ്, ജീവനാണ്. സെമിത്തേരിയിൽ എന്താണ്? അവിടെ മരണമാണ്, അവിടെ ചലനമില്ല, അവിടെ സ്നേഹമില്ല, അവിടെ സന്തോഷമില്ല. എല്ലാം മരിച്ചു കിടക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും ജീവനിലേക്ക്, വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് ഇന്നത്തെ വിശേഷം നമ്മോട് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയുമായി നമ്മൾ ഈ ദിവ്യബലിയിലൂടെ ഇടപെടുമ്പോൾ, ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോൾ നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില ചങ്ങലകൾ, നമുക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില കൂച്ചുവിലങ്ങുകൾ നമ്മുടെ കൈകളിൽ നിന്ന്, നമ്മുടെ കാലുകളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു പോകുകയും പിശാച് പുറത്താക്കപ്പെടുകയും ചെയ്യും. നമുക്ക് അതിനുവേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം, ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പാപത്തിന്റെ, തിന്മകളുടെ, ദുഷ്ടാരൂപികളുടെ മേഖലകളെ ഓർത്ത് അനുതപിക്കാം. ക്രിസ്തുവിന്റെ വികാരം സ്വന്തമാക്കുക എന്നതിനേക്കാൾ തിന്മയുടെ അരൂപിയുടെ വികാരങ്ങൾ നമ്മെ ഗ്രസിച്ചതിനെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി, ശിരസ്സിന് മുകളിൽ കൈമുട്ടുകൾ മടങ്ങാത്ത വിധം കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ ഈശോയേ